ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്സാം പേപ്പർ 1ൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ്. നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും പേപ്പർ 1 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. അതായത് നിങ്ങളിപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങളുടെ കോമൺ പേപ്പറാണ് പേപ്പർ 1. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പേപ്പർ 1ൽ മെയിനായിട്ടും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, കോംപ്രിഹെൻഷൻ, ജനറൽ അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഈ ഏരിയാസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് വൈസ് സിലബസ് നോക്കാം. യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ ടീച്ചിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ, ടീച്ചിങ് മെത്തേഡ്സ്, ടീച്ചിങ് എയ്ഡ്സ്, ഇവാലുവേഷൻ സിസ്റ്റം, ഇങ്ങനെ ജനറൽ കോൺസെപ്റ്റ്സ് ആയിരിക്കും ഇതിൽ മെയിനായിട്ടും ചോദിക്കുന്നുണ്ടാവുക. സെക്കൻഡ് യൂണിറ്റ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ഇതിൽ റിസർച്ചിൻ്റെ ബേസിക്സ് ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് മീനിങ് ഓഫ് റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, സ്റ്റെപ്സ് ഇൻ റിസർച്ച്, സാമ്പിളിംഗ് മെത്തേഡ്സ്, തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ് പോലുള്ള റിസർച്ചിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഈ ഒരു ഏരിയയിൽ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് 3 കോംപ്രിഹെൻഷൻ ആണ്. ഇതിൽ നിങ്ങൾക്കൊരു പാസേജ് തരും, അതിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇത് നമുക്ക് വേഗത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ പാസേജിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ, വെർബൽ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാം. യൂണിറ്റ് 5 മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അത്യാവശ്യം പേടിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്സ് മാത്സ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പെർസെൻറ്റേജ്, റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ടൈം ആൻഡ് വർക്ക്, നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ഈ ഒരു ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും ചോദിക്കുന്നത്. ഇപ്പോൾ ഡെയിലി വർക്കൗട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ, ഡെയിലി പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. യൂണിറ്റ് 6 ലോജിക്കൽ റീസണിംഗ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ സ്കോറിംഗ് യൂണിറ്റും ആണ്. ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റ്, അനലോഗി, വെൻ ഡയഗ്രാം, ഇൻഫറൻസ് പോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ഏരിയ ബേസ്ഡ് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. യൂണിറ്റ് 7 ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇതിൽ ഗ്രാഫ്സ് ആൻഡ് ചാർട്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബാർ ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിൾ, ലൈൻ ഗ്രാഫ് പോലുള്ള കാര്യങ്ങൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. യൂണിറ്റ് 8 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, അതായത് ICT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻ്റർനെറ്റ്, MS ഓഫീസ്, സൈബർ സെക്യൂരിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതുപോലുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. യൂണിറ്റ് 9 പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻ്റ് ആണ്. ഇതിൽ എൻവയോൺമെൻറ്റ് അവെയർനെസ് സെക്ഷൻ, അതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ബയോഡൈവേഴ്സിറ്റി, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കറണ്ട് അഫയേഴ്സ് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. യൂണിറ്റ് 10 അതായത് ലാസ്റ്റ് യൂണിറ്റിൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. ഇതിൽ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് UGC, NAC, NEP, യൂണിവേഴ്സിറ്റീസ്, പിന്നെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ, ഇതുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ UGC നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 കംപ്ലീറ്റ് സിലബസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പേപ്പർ 1 നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നെറ്റ് സ്കോർ വളരെയധികം ഇമ്പ്രൂവ് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെറ്റിൻ്റെ കൂടുതൽ ക്ലാസ്സസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്